ശ്വസിക്കും തൻ കുരിശെടുത്തുകൊണ്ടെപ്പോഴും എൻ മരണത്തോളം തൻ പിന്നാടിയിൽ തോടാൻ ലഭിക്കും പൊന്മൂടി താൻ. അവനെ സേവ ചെയ്തിടും ഞാൻ അവസാനത്തോളമേ. അവനെ സേവ ചെയ്തിടും ഞാൻ സർവ്വദാ ശ്രദ്ധാത്മനടത്തിപ്പോയി. ദൈവ തിരുനാമത്തിന് മഹത്വം. ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിമോചനാത്മകമാകുവാനുള്ള ആഹ്വാനം, കോൾ ടു ബി ലിബറേറ്റീവ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള വേദഭാഗത്തിൽ നിന്നും 16-ാം വാക്യം കുറിവാക്യമായി തിരഞ്ഞെടുക്കുന്നു. സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? Ought not this woman be loosed from this bond on Sabbath day? വിമോചനം അഥവാ ലിബറേഷൻ എന്നത് മുക്തി, വിടുതൽ, സ്വാതന്ത്ര്യം എന്നിവയെ കുറിക്കുന്ന പദമാണ്. നോമ്പ് കാലയളവ് വിമോചനത്തിന്റെ കാലഘട്ടമാണ്. യെശയ്യാ പ്രവചനം 61-ന്റെ 3-ാം വാക്യത്തിൽ സിയോനിലെ ദുഃഖിതർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വിഷ്ണു മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നെന്ന് പ്രവാചകനും, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് വിടുതലും പ്രസംഗിക്കുവാൻ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് നസ്രേത്ത് പ്രഖ്യാപനത്തിലൂടെ യേശുക്രിസ്തുവും നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഈ വേദഭാഗത്ത് യേശുക്രിസ്തു ശബത്തിൽ കൂനിയായ സ്ത്രീയെ അവളുടെ ബന്ധനത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നതാണ് സന്ദർഭം. 4 വിധത്തിലുള്ള ആളുകളെ ഇവിടെ കാണുന്നതിന് കഴിയും. കൂനിയായ സ്ത്രീ, ജീവദായകനായ യേശുക്രിസ്തു, നീരസം പൂണ്ട പള്ളിപ്രമാണി, സന്തോഷചിത്തരായ പുരുഷാരം. 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത സ്ത്രീയുടെ അവസ്ഥ വളരെ വേദനാജനകവും പരിതാപകരവും ആയിരുന്നു. സാത്താനാൽ ബന്ധിക്കപ്പെട്ട് നിവരുവാൻ കഴിയാതെ പ്രകാശം മങ്ങിയ അവസ്ഥയിൽ അവൾ ജീവിതം കഴിച്ചുകൂട്ടി. വൈകല്യമില്ലാത്ത ഒരു ജീവിതാവസ്ഥ ആഗ്രഹിച്ചുകൊണ്ടാവാം നീണ്ട 18 വർഷങ്ങൾ മുടങ്ങാതെ പള്ളിയിൽ പോയിരുന്നത്. പാപത്തിലും രോഗത്തിലും മറ്റു ബന്ധനങ്ങളിലും ആയിരിക്കുന്നവർ ഇന്ന് നമ്മുടെയൊക്കെ ആരാധനകളിൽ ഒരു വിമോചനം ആഗ്രഹിച്ചുകൊണ്ട് സംബന്ധിക്കുന്നു. നാം അവർക്കായി വിടുതലിന്റെ കരം തുറക്കുമോ? യേശുക്രിസ്തു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീയെ കണ്ടു. കാര്യങ്ങൾ ഗ്രഹിച്ചു, മനസ്സലിഞ്ഞു, തന്റെ അടുക്കൽ വിളിച്ചു. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈവച്ചു. സൗഖ്യദായകവും വിമോചനാത്മകവുമായ ശബ്ദം അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. Jesus saw, called, laid hands and set her free. She was made straight and glorified God. യേശുവിന്റെ കരുണാർദ്രമായ സ്പർശനം സ്ത്രീയുടെ ജീവിത വഴിത്തിരിവിന് മുഖാന്തരമായി ഭവിച്ചു. ശാരീരികമായും മാനസികമായും ആത്മീകമായും അവൾ യഥാസ്ഥാനപ്പെട്ടു. സൃഷ്ടാവായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, വൈകല്യങ്ങൾ, രോഗങ്ങൾ ഇവയുടെ മേൽ പൂർണ്ണ അധികാരമുണ്ട്. യേശുവിന്റെ വിടുതലിന്റെ കരം ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ്. ദൈവത്തിന്റെ സമയത്തിനായി ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ നമ്മെ ഒരുക്കാം. യേശുവിന്റെ പ്രവൃത്തിയിൽ പള്ളിപ്രമാണി നീരസപ്പെട്ടു. ശബത്ത് ദിവസത്തിലെ സൗഖ്യമായിരുന്നു പള്ളിപ്രമാണിയെ കോപിഷ്ഠനാക്കിയത്. എന്നാൽ യേശു കപട ഭക്തിക്കാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയോ കഴുതിയോ അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ നീണ്ട 18 വർഷങ്ങൾ സാത്താനാൽ ബന്ധിക്കപ്പെട്ട അബ്രഹാമിന്റെ മകളായ ഈ സ്ത്രീയുടെ ബന്ധനം ശബത്ത് നാളിൽ അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്നു. 16-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലുത്തേനായ് എന്ന ഗ്രീക്ക് പദം ശ്രദ്ധേയമാണ്. അഴിച്ചുവിടുക, ടു ബി ലൂസ്ഡ് ഓർ റിലീസ്ഡ് എന്നർത്ഥം. ശബത്ത് ദിവസം അസ്വസ്ഥമാകുന്ന മൃഗങ്ങളെ അഴിച്ചുവിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീണ്ട 18 വർഷങ്ങൾ ബന്ധനത്തിലായിരിക്കുന്ന സ്ത്രീയെ ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിൽ എന്തുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാകുന്നു എന്നാണ് കപടഭക്തിക്കാരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് യേശു ഉദ്ദേശിച്ചത്. ബാഹ്യമായി മാത്രം പ്രകടിപ്പിക്കുന്ന ഭക്തിയുടെ പൊള്ളത്തരം യേശു ഇവിടെ തുറന്നു കാണിക്കുന്നു. യേശുവിന്റെ ഈ പ്രസ്താവനയിൽ
വിരോധികൾ എല്ലാവരും നാണിച്ചു ലജ്ജിച്ചു. എന്നാൽ പള്ളിയിൽ കൂടിയിരുന്ന ജനമൊക്കെയും സന്തോഷിച്ചു. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീക്ക് കരുണയും കരുതലും നിഷേധിച്ചുകൂടാ. പേരില്ലാത്ത ഈ സ്ത്രീക്ക് അബ്രഹാമിന്റെ മകൾ എന്ന പേര് നൽകി യേശു മാനിക്കുന്നു. നിയമങ്ങൾ അച്ചട്ടായി പാലിക്കപ്പെടുവാൻ വ്യഗ്രത കൊള്ളുന്ന സമൂഹത്തിന്റെ പ്രതിനിധിയാണ് പള്ളിപ്രമാണി. ക്ലാർക്ക് എന്ന ചിന്തകൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: It would seem as if the demon who had left the woman's body had got into his heart. എന്നാൽ യേശു തന്റെ കരുണാർദ്രമായ ജീവദായക ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നു. ദൈവിക പ്രമാണങ്ങൾ ഫലപ്രദമായി ആർദ്രതയോടെ വിനിയോഗിക്കുവാൻ വിളിക്കപ്പെട്ട സമൂഹത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും എന്ന ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. ദൈവത്തിനു വേണ്ടി ശുഷ്കാന്തിയുള്ള കപടഭക്തിക്കാരാണോ നാം എന്ന് ചിന്തിക്കണം. Are we the hypocrites who are zealous for God? ശബത്ത് ദിവസം കരുണയുടെ ദിവസമാണ്, ഡേ ഓഫ് കമ്പാഷൻ. അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദിവസമാണ്, ഡേ ഓഫ് പ്രൈസിങ് ആൻഡ് ഗ്ലോറിഫൈങ് ഗോഡ്. വിമോചനത്തിന്റെ ദിവസമാണ്, ഡേ ഓഫ് ലിബറേഷൻ. എല്ലാവരും സന്തോഷിക്കുന്ന ആനന്ദത്തിന്റെ ദിവസമാണ്, ഡേ ഓഫ് റിജോയ്സിങ്. ദൈവത്തിന്റെ വിമോചനാത്മകമാകുന്നതിനുള്ള വിളിയോട് നമുക്ക് ക്രിയാത്മകമായി പ്രതികരിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണാർദ്രവാനായ ദൈവമേ, അവിടുത്തെ വിമോചന ആഹ്വാനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പീഡിതരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ആലംബഹീനരോടും അവിടുത്തെ വിമോചനത്തിന്റെ വിളംബരത്തെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുക്രിസ്തു മൂലം വിനയമായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം നൽകുമാറാകണമേ. ആമേൻ.